ഹലോ, അങ്ങനെ ഇതാ നമ്മളിലേക്ക് റമദാൻ വന്നെത്തിയല്ലേ. അതിന് വേണ്ടിയിട്ട് അത്താഴത്തിന് എണീക്കലാട്ടോ. ഞാൻ നേരത്തെ എണീച്ചു നസൂനൊന്ന് വിളിച്ച് കൊണ്ടുവരുത്താട്ടോ. ആദ്യം തന്നെ ആളൊന്ന് കിച്ചണിലേക്ക് പോയിട്ട് എന്താ അവസ്ഥ നോക്കിയിട്ട് പിന്നെ അവിടെ പോയിട്ട് ഇരിക്കലാട്ടോ. പിന്നെ പോയിട്ട് ബ്രഷൊക്കെ ചെയ്തോളും. എന്താ ഞാനിനി ആക്കുവാണ്ടിട്ടുള്ള ഫുഡൊക്കെ ഒന്ന് എടുത്ത് വെക്കലാട്ടോ. ഇതാ ഇന്ന് കൽത്തപ്പും മീൻകറി കേട്ടോ. തലേന്ന് ഉണ്ടാക്കി വെച്ചതാ. നമ്മൾ രാത്രി ഫുഡ് കഴിക്കാനില്ലാത്തതുകൊണ്ട് തന്നെ ഇതായിരുന്നു കേട്ടോ അത്താഴത്തിനും ഉണ്ടായത്. നാളെ അതങ്ങ് കഴിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ ഇതൊന്നും മൊത്തത്തിൽ എനിക്ക് പോയിട്ടുണ്ടായില്ല കേട്ടോ. ഞാൻ ചെറിയ പീസ് കഴിച്ചിട്ടുള്ളൂ. എനിക്ക് ഏറ്റവും ഇഷ്ടം കഞ്ഞി കേട്ടോ. പക്ഷേ കഞ്ഞി ഉണ്ടാക്കിയിട്ടില്ല. അങ്ങനെ ഇതൊക്കെ ഒന്ന് കഴിച്ച് പിന്നെ കട്ടൻ ചായയും പിന്നെ 2 ഈത്തപ്പഴം കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. പൊതുവേ എനിക്ക് ഈത്തപ്പഴം തീരെ ഇഷ്ടമില്ലാത്ത സാധനം. പക്ഷേ ഇതും കൂടി ഞാൻ കഴിച്ചിട്ടില്ല. പിന്നെ എനിക്ക് തീരെ നിൽക്കാൻ പറ്റില്ലെന്ന് എനിക്ക് തന്നെ അറിയാം. പിന്നെ അത് മാത്രമല്ല, എനിക്കിപ്പോൾ കുറച്ചായിട്ട് തീരെ ഭയങ്കരമായിട്ട് ഇഷ്ടമുണ്ട് കേട്ടോ. ഒന്ന് ബ്ലഡ് കുറവാ, അതൊക്കെ കൊണ്ടാട്ടോ. അങ്ങനെ അതൊക്കെ ഒന്ന് കഴിച്ച് ചായയും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പക്ഷെ എന്തായാലും ഞാൻ കട്ടൻ ചായ എനിക്ക് നിർബന്ധം കേട്ടോ. അത്താഴത്തിന് എണീറ്റാൽ അങ്ങനെ കട്ടൻ ചായയൊക്കെ കുടിച്ച് ഇനി നേരെ പോയി കുറച്ച് വെള്ളം കൂടി കുടിക്കല്ല കേട്ടോ. അങ്ങനെ വെള്ളം ഒരു കൈവശം ഫോണായതുകൊണ്ട് വേഗം പെട്ടെന്ന് ഓഫാക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് അവിടെ ഒക്കെ മറിഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെയല്ല, ഫിൽറ്ററിലുള്ള വെള്ളം കേട്ടോ നമ്മൾ കുടിക്കാറ്. അങ്ങനെയല്ല, വീട്ടിൽ കുഴൽ കിണറാണ്. പക്ഷെ നമ്മൾ ഫിൽറ്ററിലുള്ള വെള്ളം കേട്ടോ ഇപ്പോൾ കുറച്ചായിട്ട് കുടിക്കുന്നത്. അങ്ങനെ 2 ഗ്ലാസ് വെള്ളം കൂടി കുടിച്ചിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ചും കൂടി വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ വെള്ളമെല്ലാം കുടിച്ചു. പിന്നെ ഉമ്മ പുറത്തുനിന്ന് ബാങ്ക് കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒന്ന് ബാങ്ക് കേൾക്കലാട്ടോ. അല്ല, ചുറ്റുന്നുള്ള ബാങ്ക് കേൾക്കും. പക്ഷെ ഒന്ന് പുറത്തേക്ക് ഒന്ന് നിന്നാൽ നല്ലപോലെ കേൾക്കട്ടോ. വീട്ടിനുള്ളിലേക്ക് അങ്ങനെ കേൾക്കില്ല. വീട്ടിൻ്റെ മുമ്പിൽ തന്നെ പള്ളിയുണ്ട്. പക്ഷെ എന്നാലും ആ അവിടുത്തെ ബാങ്ക് മൈക്ക് വെച്ചിട്ടല്ല കേട്ടോ. ഇങ്ങനെ ബാങ്കൊക്കെ കൊടുത്തു. പിന്നെ നിസ്കാരവും ഖുറാനൊക്കെ ഓതലാട്ടോ. പിന്നെ ഇത് കഴിഞ്ഞ് നമ്മളെ ഇതിൽ മെഡിറ്റേഷനൊക്കെ ഉണ്ട് കേട്ടോ. ഖുറാനൊക്കെ ഓതിയതിന് ശേഷം മെഡിറ്റേഷൻ്റെ ടൈമായി. അങ്ങനെ അതും കൂടി 5:54 കേട്ടോ. 5:45 സ്റ്റാർട്ട് ചെയ്യും മെഡിറ്റേഷൻ. അങ്ങനെയല്ല, മെഡിറ്റേഷൻ കഴിഞ്ഞതിന് ശേഷം കേട്ടോ ഞങ്ങൾക്കിത് കാണിച്ചിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഒന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എണീക്കുന്നത് കുറച്ചൊന്ന് കഴിഞ്ഞിട്ടാണ്. പിന്നെ എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് ന്യൂസുണ്ട്. ഖുറാനൊക്കെ ഒന്ന് ഇപ്രാവശ്യം വേഗം കത്തം തീർക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് നോക്കാം. പിന്നെ തലേന്ന് തിരുമ്പിക്കൊണ്ടിട്ട കുറേ ഡ്രസ്സ് ഉണ്ട് കേട്ടോ മടക്കി വെക്കാൻ. ഇന്നലെ ഒന്ന് ഞാൻ തുടങ്ങി വെച്ചിന്. പിന്നെ പെട്ടെന്നായിരുന്നു നമ്മൾ കണ്ണൂർ പോയിട്ടുണ്ടായത്. അതുകൊണ്ട് അതൊക്കെ ഉണ്ട് അവിടെ. ഇനി ഇതൊക്കെ ഒന്ന് മടക്കി വെക്കണം. പിന്നെ നമ്മൾ അയൽക്കുട്ടിക്ക് പിന്നെ ഒരു ബുക്കും കളറും കിട്ടിയാൽ ആൾ പിന്നെ നോക്കിയേ വേണ്ട കേട്ടോ. ഏതെങ്കിലും മൂലക്ക് ഒരാൾ കളർ ചെയ്യുന്നുണ്ടാവും. അങ്ങനെ ഞാൻ ഡ്രസ്സൊക്കെ മടക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് വൈകുന്നേരം ആയിരുന്നില്ല കേട്ടോ. വൈകുന്നേരം മീൻസ് ലോഹറിന് ശേഷം ഉമ്മ വേഗം കറിയൊക്കെ ആക്കി വെക്കലാട്ടോ. ഞാൻ വേഗം ആ ടൈമിൽ തന്നെ ചിക്കനൊന്ന് വേവിക്കാനും കൂടി വെക്കുന്നുണ്ട്. എന്നാണ് എനിക്ക് തീരെ പറ്റുന്നില്ല ഈ ടൈമൊന്നും. പക്ഷേ ഇതൊന്ന് കുറച്ചാക്കിയിട്ട് ചെയ്ത് വെച്ചാൽ അവിടെ ഓക്കെ അല്ലേ എന്നില്ല കേട്ടോ. ചിക്കനൊക്കെ വേവിച്ച് വെക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിൻ്റെ ഒന്നും റെസിപ്പിയോ കാര്യങ്ങൾ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. തിരിച്ച് ഞാൻ എങ്ങനെയൊക്കെയോ ആണ് ഇന്ന് കടികളൊക്കെ ഉണ്ടാക്കിയത്. അത് എങ്ങനെയാണെന്ന് എനിക്ക് തന്നെ അറിയില്ല. അങ്ങനെ ചിക്കൻ വേവിക്കാൻ വെക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് മഞ്ഞളും ഗരം മസാലയും ഉപ്പും മാത്രം കേട്ടോ. പിന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചിക്കൻ വേവാൻ വെച്ചിട്ടുണ്ട്. ഇതെല്ലാം പിന്നെ ഞാൻ ഉമ്മാനെ ഏൽപ്പിച്ച് അങ്ങനെ അവിടുന്ന് മുങ്ങിയേട്ടോ ചെയ്തിട്ടുണ്ടായത്. എല്ലാം ഉമ്മ കറിയാക്കുന്നുണ്ടല്ലോ. അതിനാ ഉമ്മാനെ സൂപ്പിടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കറി ഒന്ന് ഇളക്കി കൊടുക്കുകയും ചെയ്യും. കറിയല്ല, ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടാനിരുന്ന ടൈം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ടായി. പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞ് കുറച്ചൊന്ന് കിടന്ന് അസറൊക്കെ നിസ്കരിച്ചതിന് ശേഷം കേട്ടോ ഞാൻ വരുന്നത്. നേരത്തെ വേവിച്ചിട്ടുണ്ടായ ചിക്കൻ ഇതേപോലെ അടർത്തിയിടുന്നുണ്ട്. എനിക്ക് മിക്സിയിലിടുന്നതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടം ഇങ്ങനെ ചെയ്യുന്നതാട്ടോ. ഇങ്ങനെ പറയുന്നുണ്ട് കയ്യാണ്ടും ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് ഇങ്ങനെ ആക്കിയിട്ട് മസാല ഉണ്ടാക്കുമ്പോൾ കേട്ടോ കൂടുതൽ ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ചിലരുടെ ഓരോരുത്തരും ഇഷ്ടമാണല്ലോ. അങ്ങനെ ഇത് എനിക്ക് വീഡിയോ എടുത്തതെന്ന് നെസു കേട്ടോ. അങ്ങനെ ഇനി മസാല ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. അങ്ങനെ വേണ്ടിയിട്ട് ഉള്ളി നല്ല പോലെ വാട്ടിയെടുക്കുന്നുണ്ട്. നിങ്ങളിതൊക്കെ കാണുമ്പോൾ വിചാരിക്കേണ്ട ഞാൻ റെസിപ്പി എടുത്തിട്ടില്ല. പിന്നെ അങ്ങനെ പിന്നെ വെച്ചാൽ ഇപ്രാവശ്യത്തെ നോമ്പിനില്ലേ നമ്മൾ അനിയത്തി ആരുമില്ല. അനിയന് ഷോപ്പ് കഴിഞ്ഞിട്ട് വരണമെങ്കിൽ രാത്രി അപ്പോഴത്തേക്ക് നമ്മളിവിടെ തറാവി ഒക്കെ കഴിഞ്ഞിട്ട് കിടന്നുറങ്ങും. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യത്തെ നോമ്പ് അത്ര രസമില്ല കേട്ടോ. പിന്നെ ഞാൻ ഇപ്രാവശ്യത്തെ നോമ്പിന് ആദ്യം തന്നെ ഒരു നിയത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എണ്ണക്കടികൾ നോമ്പ് തുറക്കുന്ന ടൈം കഴിക്കൂലെന്നുള്ളത് അതേപോലെ തന്നെ ഞാൻ പാലിച്ചിട്ടുണ്ട് കേട്ടോ.
അങ്ങനെ ഇതാ ഞാൻ ഈത്തപ്പഴം വെള്ളം കുടിച്ച് നോമ്പ് തുറന്ന്. പിന്നെ ഭത്തൊക്കെ വെറും പഞ്ചസാര ഒന്നും ഇടാത്തത് അതുകൊണ്ടായിരുന്നു കേട്ടോ. അതും ജസ്റ്റ് ഇതൊന്ന് വേഗം നിസ്കരിച്ചു കേട്ടോ. പിന്നെ ഞാൻ പറ്റ സൈഡായിട്ടുണ്ടായി. പിന്നെ ഇതാ അതിൻ്റെ ഇടയ്ക്ക് ഇവരൊക്കെ ഇതാ നമ്മളെ ഫ്രൂട്ട് സലാഡ് കഴിക്കുന്നുണ്ട്. ഇങ്ങനെ ആക്കിയാൽ ഫ്രൂട്ട്സ് അങ്ങനെ വേസ്റ്റ് ആവില്ല കേട്ടോ, എല്ലാവരും മൊത്തത്തിൽ കംപ്ലീറ്റ് ആക്കും. പിന്നെ ഇതാ ഞാൻ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ഞാനിത് കുടിക്കല കേട്ടോ. നിസ്കാരമൊക്കെ കഴിഞ്ഞ് കുറേ കിടന്ന് ഏകദേശം ഒരു 9 മണിയായിരുന്നു കേട്ടോ. ഞാൻ വന്നിട്ട് ഈ കഴിക്കുന്നത് നിങ്ങൾ വിചാരിക്കും നോമ്പ് മുറിച്ച പാടന്നെയാണ്, അല്ല കേട്ടോ. ഇതാ ഒരു 9 മണിയായിരുന്നു വന്നിട്ട് ഞാൻ ഇത് കഴിക്കല. പിന്നെ ഇതിൻ്റെ കൂടെ അപ്പോഴത്തേക്കും നമ്മളെ അനിയത്തി വന്നിട്ട് കേക്ക് കൊണ്ടുവന്നിട്ട് ആളൊരു ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ഇന്ന് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇതും കഴിച്ചു. ശരിക്കും ഇന്നത്തെ നോമ്പ് തുറ ഒരു രസം ഉണ്ടായിട്ടില്ല. അതിന് കാരണം വെച്ചാൽ ആരും ഉണ്ടായിട്ടില്ല, അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെയല്ല, കഴിഞ്ഞ നോമ്പിനൊക്കെ ഇക്കാക്കി എല്ലാവരും ഉണ്ടായിട്ട് നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ ഈ നോമ്പിന് ആരുമില്ല. പിന്നെ ഇതാ അതൊക്കെ കഴിഞ്ഞ് ഒരു 10:30 ഞാനും സേനും കൂടി ഫുഡ് കഴിക്കല കേട്ടോ. ഒരു പത്തല എടുത്തിട്ടുള്ളൂ. പിന്നെ ഇതാ ഒരു ഗ്ലാസ് കുഞ്ഞരിക്കഞ്ഞിയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ശരിക്കും ഈ പത്തലെന്ന് പറഞ്ഞാൽ എനിക്കും ഇയാൾക്കും കൂടിയിട്ടുള്ളതാണ്, കഞ്ഞിയും കൂടി ഒന്നും വേണ്ടിയിരുന്നു കേട്ടോ. പക്ഷെ ഉമ്മാൻ്റെ വായിലെ ചീത്ത ഓർത്തിട്ട് മാത്രം കഴിക്കുന്നതാട്ടോ. അങ്ങനത്തെ ഞാനും ആളും കൂടി കഴിക്കില്ല. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഷെയർ ചെയ്യാനും വിട്ടുപോലെ കേട്ടോ. അങ്ങനത്തെ നമ്മളെ ഫുഡൊക്കെ കഴിഞ്ഞ് നേരെ എനിക്ക് കിടക്കാൻ കേട്ടോ. പിന്നെ ഓക്കെ, നിങ്ങളൊക്കെ ദുആയിൽ എന്തായാലും ഉൾപ്പെടുത്താം ഇൻഷാ അല്ലാഹ്. റമളാനൊക്കെ അല്ലേ. എന്നാൽ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ ബൈ.